നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമേരിക്കൻ ടാരിഫ് വരുന്നതിന് മുമ്പും, അതായത് പ്യൂണിറ്റീവ് ടാരിഫും മറ്റുള്ള ടാരിഫും നേരത്തെയുള്ള 24%, അതായത് റെസിപ്രോക്കൽ ടാരിഫ്, അതിനുശേഷം പ്യൂണിറ്റീവ് ടാരിഫ്, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ആരെയും സുഖിപ്പിക്കാതെ, അതായത് ഈ കേൾക്കുന്ന പല ആൾക്കാർക്കും സുഖിപ്പീരാണ് ഇഷ്ടം. ഗ്രൗണ്ടിൽ എന്താണ് റിയാലിറ്റി നടക്കുന്നത് അത് ഫോർകാസ്റ്റ് ചെയ്ത് പറയുന്നതാണ്, അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പറയുന്നവരാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പറയുന്നത്, അതായത് ജേർണലിസ്റ്റ്. അല്ലെങ്കിൽ ഈ അനലൈസ് ചെയ്ത് പറയുന്ന മറ്റു പല ആൾക്കാർ യാഥാർത്ഥ്യം പറയണം. പൊങ്ങച്ചവും ബോസ്റ്റിങ്ങും അതും ഇതും ഇപ്പോൾ കാണിച്ചു തരും, ഇപ്പോൾ പോകും, ഇപ്പോൾ ട്രംപിനെ മലർത്തും, ഇപ്പോൾ ചൈനയെ അടിക്കും, ഇതൊന്നും സത്യമല്ല എന്ന് ഞാൻ അന്നേ പറഞ്ഞു. പക്ഷെ ഇന്ത്യൻ മീഡിയയും മലയാളത്തിലുള്ള യൂട്യൂബ് ചാനലും മലയാളത്തിലെ സാറ്റലൈറ്റ് ചാനലും എന്തൊക്കെയോ വിളിച്ചുകൂപ്പി ഗ്രൗണ്ട് അറിയാതെ. ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്, യാഥാർത്ഥ്യം. അതിനകത്ത് കറുത്തതും വെളുത്തതും മാത്രമേ ഉള്ളൂ, ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, അതാണ് സത്യം. അതിനകത്ത് മറ്റൊരു ഷാഡോ കൊണ്ടുവരും, അതായത് ഷാഡോ ബോക്സ്. അതിനെ ഈ ഷാഡോ ബോക്സ് എന്ന് പറയുന്ന വാക്ക് അത് കൊണ്ടുവന്നിട്ട് ഇന്ത്യ ഇപ്പം കയറും, ഇന്ത്യ ഇപ്പം പോകും, ഇന്ത്യ ലോകത്തിന് മുന്നിൽ 1-ാം സ്ഥാനമാകും, അതാകും, ഇതാകും, കുന്തമാകും, കൊടച്ചക്രമാകും, ഇതൊക്കെ വിളിച്ചു പറഞ്ഞു. എന്നെ എത്രയോ പേര് അതിൻ്റെ താഴെ വന്ന് തെറി വിളിച്ചു. ഒരു പൊട്ടന്മാർ, ഒരു കുന്തവും അറിയാത്തവൻ, അവനൊക്കെ ഒരു കാര്യവുമില്ലാതെ തെറി വിളിച്ചു. ഇപ്പം എന്താ ഉണ്ടായത്? അതായത് GST റിഫോംസ്, ഇത് വളരെ നേരത്തെ പല ആൾക്കാരും ആവശ്യപ്പെടുന്നതാണ്. GST റിഫോംസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ പല ആവർത്തി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നൊരു പ്രോഡക്റ്റിന് അമേരിക്കയിൽ വിലക്കുറവ്, ഇത്രയും ചെലവും എല്ലാം കൊടുത്തിട്ട് അവിടുത്തെ ടാക്സും കഴിഞ്ഞ് അവിടെ വിലക്കുറവ്. പക്ഷേ ഇന്ത്യയിൽ അതിന് ഒരു പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് 600-700 രൂപയുടെ വ്യത്യാസം. കാരണം ഞാൻ അനുഭവിച്ച ഈ സംഭവം. എന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം വരുന്നത്? അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ പല ആവർത്തി ഫിനാൻസ് മിനിസ്റ്റർക്ക് ഓരോ ബജറ്റിലും ഞാനിത് പാവം പിടിച്ചവന്. പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, പല രാജ്യങ്ങളിൽ പോയി പല സാധനങ്ങൾ മേടിച്ചിട്ട് അത് ഇന്ത്യയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ സാധാരണക്കാരന് അഫോർഡബിൾ അല്ല വാങ്ങാൻ. പക്ഷെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊണ്ടുപോയിട്ട് ഈ സാധനം വലിയ 2 പെട്ടിയും മേടിച്ചിട്ട് അവൻ്റെ സാധനം കൊണ്ടുവരിക. അതായത് GST റിഫോംസ് ഇപ്പോഴുണ്ടായ സംഭവം. ഇതിപ്പോഴെന്തുവാ മോദി സർക്കാരിൻ്റെ തലയ്ക്കകത്ത് ഇപ്പോഴാണോ കോപ്പ് കയറിയത്? അമേരിക്കയുടെ ടാരിഫിനെ പേടിച്ചു, അത്ത കാര്യം, വേറെ ഒന്നുമല്ല ഇത് ഇഷ്യൂ. അമേരിക്കൻ ടാരിഫ് തല മണ്ടയിലടിച്ചു, ഇന്ത്യൻ എക്കോണമി താഴോട്ട് പോവും. അതിൽ പേടിച്ച് കൊണ്ടുവന്നതാണ് ഈ പറയുന്ന റിഫോംസ്, അതായത് 2 സ്ലാബ് മാത്രം. ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഗവൺമെൻറ് ഭയങ്കര വിലയെടുക്കാൻ, കാറിനും മറ്റേ SUVക്കൊക്കെ വില കുറയും. മനസ്സിലാക്കുക, കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഏറ്റവും മോശമായ രീതിയിലാണ് കാറിൻ്റെ സെയിൽസ് പോകുന്ന, ഡിക്ലൈൻ ചെയ്യുകയാണ്. സ്റ്റോറിൽ ഇങ്ങനെ കിടക്കുവാണ്, വെയർഹൗസിൽ. കാരണം കാർ സെയിൽസ് നടക്കുന്ന എക്കോണമി മോശമാണ്. അതിന് ഉറപ്പായിട്ടും ഈ കാറിൻ്റെ സെയിൽസിനെ അത് ഇൻക്രീസ് ചെയ്യും, അതിന് മാറ്റം ഉണ്ടാകും. ചില പ്രോഡക്റ്റുകൾ അതിന് വില കുറയും. ഈ പറയുന്ന ഷാർപ്പ് ഡിക്ലൈൻ ഒന്നും ഉണ്ടാവത്തില്ല. ഇതൊക്കെ ചുമ്മാ, ഇതൊക്കെ പൊട്ടത്തരം അടിച്ചു വിടുന്നു. ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി അറിയാത്തവർ പറയുന്നത്. കാരണം ഇതിനകത്ത് ഒത്തിരി കച്ചവടവും വെട്ടീരും തട്ടീരും ഒക്കെ നടത്തുന്ന ഒത്തിരി ട്രേഡേഴ്സ് ഉണ്ട്. ഇന്ത്യ എന്ന രാജ്യമായത് ഒരു സാധാരണക്കാരനൊരു സാധനം കൊടുക്കുമ്പോൾ അതിനകത്ത് പല കടകളും സ്റ്റോറും ട്രേഡും, അതായത് മുമ്പിൽ വരിക്കുന്ന ഷോറൂം ഉൾപ്പെടെ ഉള്ളവൻ തട്ടിപ്പ് നടത്തുക. അവൻ ചിലപ്പോൾ പൈസ ഉണ്ടാക്കും. അല്ലാതെ യൂസർ എൻഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സംഭവത്തിലൊക്കെ വരാൻ പാടുപെടും. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ടാക്സ് വെട്ടിയിൽ
ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന രാജ്യം ഇന്ത്യ, ഇത്രയും വലിയ ജനസംഖ്യയുള്ള രാജ്യം. ഞാൻ പറയാൻ പോകുന്ന ആക്ച്വലോട്ട് അത് നല്ലതാണ് ബേസിക്കലി എക്കോണമിക്ക്. കാരണം ഈ ടാരിഫുമായി ബന്ധപ്പെട്ട് എക്കോണമി റിവൈവലല്ല, പിടിച്ചു നിൽക്കാൻ ആവശ്യമാണ്. ഇത് റിവൈവലൊന്നും ചെയ്യത്തില്ല, ഇത് റെജുവനേറ്റൊന്നും ചെയ്യത്തില്ല, പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അതായത് കഴിഞ്ഞ 10-20 ദിവസം കൊണ്ട് RBI ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് ഇന്ത്യൻ കറൻസി ബൈ ചെയ്യുവാണ്. അല്ലെങ്കിൽ ഈ സാധനം ഇന്ത്യൻ കറൻസി താഴോട്ടങ്ങ് പോവും. കാരണം RBI ആണ് ബൈ ചെയ്യുന്നത്, ഇത് പിടിച്ചു നിർത്തുവാണ്. അതേപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ പല പബ്ലിക് സെക്ടേഴ്സിനെ ഉപയോഗിച്ച് കഴിഞ്ഞ് സ്റ്റോക്കുകൾ വാങ്ങുക. കാരണം അല്ലെങ്കിൽ സ്റ്റോക്കും താഴെ പോവും. അതായത് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷനാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആനന്ദ് നാഗേശ്വരൻ, സീനിയർ, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, വിദേശത്തൊക്കെ പഠിച്ച് ഇന്ത്യൻ എക്കോണമിയുടെ തറവായിട്ട് പഠിച്ച ഒരാളാണ്. അയാളെ ഞാൻ ശരിക്കും അയാൾ വന്ന ചാർജ് എടുക്കുമ്പോൾ മോണിറ്റർ ചെയ്യുന്ന ഒരാളാണ്. അയാൾ ഇന്നലെ കൃത്യമായിട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അഡ്ഡ എന്ന പ്രോഗ്രാമിനകത്ത് പറഞ്ഞു, ഈ ടാരിഫ് സെറ്റിൽ ചെയ്തില്ല എങ്കിൽ ഇന്ത്യയുടെ എക്കോണമി കൊളാപ്സ് ആവും. ഇതല്ലയോ പുല്ലേ ഞാൻ നേരത്തെ പോലും പറയുന്നത്. ഇനി ആനന്ദ് നാഗേശ്വരനെ ഇവിടെയുള്ള സംഘപരിവാരം കൂടി തെറി വിളിച്ച സംഭവം അങ്ങ് മാറുമോ? ഇതല്ലേ ഞാൻ ഈ പറയുന്നത്. ഈ സാധനം തീർന്നു പോകും, എക്കോണമി കൊളാപ്സ് ആകും, ഇത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അമേരിക്കയെ അടിച്ചു. അമേരിക്കയ്ക്ക് എന്ത് കുന്തവാടി കിട്ടുന്നേ? 28 ട്രില്യൺ ഡോളറിന്റെ കോർപ്പറേറ്റ്സ് ഉള്ള ഒരു രാജ്യം അമേരിക്ക. സൈസ് ഓഫ് എക്കോണമി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ത്യ എന്ന് പറയുന്നത് ഏകദേശം 4 ട്രില്യനോട്ട് അടുക്കാൻ പോകുന്നേ ഉള്ളൂ. അവരെ കയറി അടിക്കുമെന്ന് പറയുന്നത് ഇത്രയും നോൺസെൻസ് ബുദ്ധിയില്ലാത്തവന്മാരായിപ്പോയല്ലേ ഈ മലയാളികൾ. ഇതെന്തോ അടിക്കാനാ? എന്തു കുന്തു അവനുണ്ടാവുന്നേ? ഇന്ത്യൻ പ്രധാനമന്ത്രി പോയല്ലേ ചൈനയിലും റഷ്യയായിട്ടൊക്കെ സംസാരിച്ചു, ഇന്ത്യൻ ഡെലിഗേറ്റ്സ് സംസാരിച്ചു, ഇന്ത്യൻ മീഡിയയും സാറ്റലൈറ്റ് മീഡിയയും പ്രധാനപ്പെട്ട ചില യൂട്യൂബേഴ്സൊക്കെ പറഞ്ഞു ഇപ്പോൾ എല്ലാം നികത്തി ചൈനയും റഷ്യയും നമ്മളെ സഹായിക്കാൻ വരുന്നു. അയാൾ തന്നെ പറഞ്ഞു ഒരു പുല്ലും അവിടെ ആവുന്നില്ല. അവിടെ ട്രേഡുമായിട്ട് ചൈന കൈവളർത്തി. കാരണം ചൈനയ്ക്കൊരു ഭയങ്കര പൊട്ടൻഷ്യൽ സാധ്യത കിട്ടി. ഈ പറയുന്ന $87 ബില്യൺ അമേരിക്കയുമായിട്ട് നടത്തുമ്പോൾ ഇപ്പം 44 ബില്യനാണ് ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കുന്നത്, 50% ടാരിഫിനകത്ത്. ഈ 44 ബില്യനും ചൈനയിലോട്ടങ്ങ് പോവുക. അവനത് വേണ്ടാന്ന് വെക്കുവോ? പ്ലീസ്, ഇത് വെറും ചാണകബുദ്ധിയ കാര്യം പറയരുത്. ഇതിനകത്ത് യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ചൈന എന്ന് പറഞ്ഞാൽ അവൻ ഓപ്പൺ ചെയ്ത് കിട്ടി ഒരു മാർക്കറ്റ് വേണ്ടി. ഇത്രയും ബില്യൺ സാധനം, ഇന്ത്യയുടെ സാധനം അമേരിക്ക തൽക്കാലം വേണ്ടാന്ന് വെച്ച് ചൈന അതോട്ട് കയറി ഇങ്ങ് വരും. എനിക്കറിയാവുന്ന എൻ്റെ പല സുഹൃത്തുക്കളുണ്ട് തിരുപ്പൂരിലും കോയമ്പത്തൂരിലും ഈ പറയുന്ന ഈ നോയിഡയിലും അതേപോലെ തന്നെ കപ്പൂർത്തലയിലും സൂററ്റിലും അമേരിക്കയിലോട്ട് ഗാർമെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്നവർ, അതായത് എക്സ്പോർട്ട് ചെയ്യുന്നവർ. അവരെന്തോ പറഞ്ഞെന്നറിയോ? അവര് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. വിയറ്റ്നാം എങ്കിൽ വിയറ്റ്നാം, ബംഗ്ലാദേശ് എങ്കിൽ ബംഗ്ലാദേശ്. കാരണം അവൻ ഇത്രയും വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ബ്രാൻഡാ അത്. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവത്തില്ല. ഒരു ചെറിയ മാടക്കടയിട്ട് സിഗരറ്റ് വിൽക്കാൻ, മുറുക്കാൻ കട, ചെറിയ സാധനങ്ങൾ വിൽക്കാൻ ഇടുന്നയാള് ഒരു ദിവസം കൊണ്ട് അവന് ബിസിനസ് ഉണ്ടാകാൻ പറ്റൂ? അതിനൊരു വിശ്വാസവും പരിചയവും അന്യോന്യമുള്ള വിശ്വാസത്തിലാണ് ബിസിനസ് എപ്പോഴും നടക്കുന്നത്. അതാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതാണ് ബിസിനസ് എന്റർപ്രനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ തള്ളിക്കളയരുത്. മലയാളിക്ക് എന്റർപ്രനേഴ്സ് ബിസിനസ് എന്നൊക്കെ പറയുന്ന ബൂർഷ മുതലാളി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി ബിസിനസ് അങ്ങനല്ല, വിശ്വാസമാണ്, ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൽ ഇന്ത്യ ഉണ്ടാക്കിയെടുത്ത ഒരു ബ്രാൻഡുകളുണ്ട്. ഇപ്പം സാബു ജേക്കബിന്റെ ബ്രാൻഡ് ലിറ്റിൽ സ്റ്റാർ, അയാൾ ഇന്നോ ഇന്നലോ കൊണ്ട് അമേരിക്കൻ മാർക്കറ്റിലും ആമസോണിലും വാൾമാർട്ടിലും എടുത്ത സാധനമാണോ? അല്ല.
എത്രയോ വർഷം അയാൾ പോയി അവിടെ ഓഫീസിട്ട് ഇമാരുടെയൊക്കെ കാലെ പിടിച്ച് എത്രയോ സാധനങ്ങൾ കൊടുത്ത് അതിൻ്റെ റിജക്ഷൻ കഴിഞ്ഞ് അവസാനം ഇത്രയും ഒരു ബിസിനസ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞപ്പം ഈ സാബുവും ഒരു നിങ്ങളെയൊക്കെ വിഡ്ഢിയാക്കുന്നൊരു പൊട്ടത്തരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു ദിവസം 15 ലക്ഷം, ഇവിടെ സ്റ്റുഡിയോ, ഇവിടെ 100 കണക്കിന് സ്റ്റോളുകൾ ഇതിനകത്തും വിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഈ അതേ സാധനം വിൽക്കുന്നവർ അങ്ങോട്ട് 900 കോടി 90,000 കോടിയുടെ മാർക്കറ്റ് ഇപ്പം പിടിക്കാൻ പോകുന്നു. ഈ കുണാപ്പന്മാരൊക്കെ വിശ്വസിച്ചു. അയാൾ ഈ പറഞ്ഞ അയാളുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞത്. അയാൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് പോകും ഈ സാധനം മുന്നോട്ട് പോവുകയാണെങ്കിൽ ടാരിസ്റ്റ്. അതാണ് അനന്ത് നാഗേശ്വരൻ പറഞ്ഞത്. ഇത് സിമ്പിൾ അല്ല, ഇതിനെ ഓവർകം ചെയ്യാൻ വലിയ പാട്. ഇത് എങ്ങനെയെങ്കിലും ഇന്ത്യ അമേരിക്കയുമായിട്ട് ഡിസ്കഷനിൽ കൂടെ സെറ്റിൽ ചെയ്യണം. അതായത് റഷ്യയും ചൈനയും ഒന്നും നമുക്ക് അമേരിക്ക വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഓൾറെഡി ചൈന ഈ പ്രോഡക്റ്റ് A to Z ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബാണ്. അവിടെ തൊഴിലില്ലായ്മ, അവിടെ അൺഎംപ്ലോയ്മെന്റ് അല്പം രൂക്ഷമാണ്. അവർക്ക് ഈ വർക്കും കൂടെ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൻ സാറ്റിസ്ഫൈഡായി. അതാണ് ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ. ആർക്കാ പ്രയോജനം കിട്ടിയത്? ട്രംപിനെന്ത് കുന്തവാ? അയാൾക്ക് അയാളുടെ ദേഹത്തൊരു പൂട പോലെ പോകുന്ന പോലെ ഉള്ളൂ ഇത്. ഈ സാധനം അതേപോലെ 200% ഇന്ത്യൻ ഫാർമ സെക്ടറിലോട്ട് വീണ്ടും അടിച്ചു തരുമെന്ന് പറഞ്ഞു. 40% ഇന്ത്യയിലെ, അതായത് അമേരിക്കൻ ജനറിക് മെഡിസിൻ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ 200% കൂടെ ഇന്ത്യയുടെ ഫാർമ സെക്ടറിലോട്ട് അടിച്ചു തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവൻ വേറെ സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഇതങ്ങ് പോവും. ഇത് സാധനം ഒരിക്കൽ ആ മാർക്കറ്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ വേറൊരുത്തിൻ്റെ പ്രോഡക്റ്റ് തിരിച്ച് അവിടെ എൻട്രി ചെയ്യാൻ പാടാണ്. അമേരിക്കൻ മാർക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. കാരണം 100ഓളം കടമ്പകൾ കടന്നിട്ടാണ് ഈ മാർക്കറ്റ് കിട്ടുന്നത്. നല്ല പണമോ? യൂറോപ്പിനേക്കാളും പണം തരുന്നവരെ മറ്റുള്ള ഏത് കാരണം ബൈങ് പവർ അവൻ്റെ ഏറ്റവും കൂടുതൽ. കാരണം വളരെ ശക്തമായ എക്കോണമിയാണ്, നല്ല മൂവിങ് ഉണ്ട്, അഡ്വാൻസ് സംഭവങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റുമാണ് അവർ. ആ മാർക്കറ്റിലോട്ട് വേറൊരുത്തൻ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പാടാണ്. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത്രയും ആൾക്കാരും ജൂവലറി ആണെങ്കിലും ജെംസ് ആണെങ്കിലും ഈ കാറിൻ്റെ സ്പെയർ പാർട്സ് മാനുഫാക്ചറർ നോയിഡ ഞാൻ താമസിക്കുന്ന ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലുണ്ട് ഇൻഡസ്ട്രി. കുടിലുകളിലൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന സാധനമുണ്ട്. നിങ്ങൾ കേട്ടാണ് ഡൽഹി സ്പെയർ പാർട്സ് എന്നൊക്കെ. അപ്പം അവരൊക്കെ പേടിച്ചിരിക്കുക, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നേ. അപ്പം അതിനിടയ്ക്ക് ഈ സോഷ്യൽ മീഡിയ വന്ന് തെറി വിളിക്കുന്നവരൊക്കെ ഇതിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസിൽ അയാളെ ലിങ്ക് എടുത്തിട്ട് മറ്റു പല പത്രങ്ങളും ഒക്കെ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, എത്രമാത്രം സീരിയസ് ആണ് ഇഷ്യൂ. ഇനി അതിൻ്റെ കൂടെ കേരളത്തിലെ ചില പത്രങ്ങൾ പറയും യൂറോപ്യൻ യൂണിയൻ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻ എന്തിനാണ് വിളിച്ചത്? ഇന്ത്യയെ താക്കീത് കൊടുക്കാനാണ് വിളിച്ചത്. നിങ്ങൾ റഷ്യൻ ക്രൂഡ് നിർത്തിയില്ലെങ്കിൽ ഞങ്ങളും സാങ്ഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തിനാ ജർമ്മൻ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ വന്നിരിക്കുന്നത്? കാരണം ജർമ്മനി ശരിക്കും ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ടെക്നോളജി ഫീൽഡിൽ. ബാംഗ്ലൂര്, നേരെ ആൾ ബാംഗ്ലൂരാണ് പോയത്. അവരൊക്കെ എന്തോ പറയുന്നത്, അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് നടത്താനും തയ്യാറാണ്. ഇപ്പോഴുള്ളതിൻ്റെ 2 ഇരട്ടി. ഞാൻ അടുത്ത വീഡിയോയുടെ കാര്യം പറയാം. പക്ഷേ ഇന്ത്യ ഈ ക്രൂഡ് മേടിക്കുന്നത് കാരണം യൂറോപ്യൻ രാജ്യങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂ ആണ്. ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ സംഭവം തുടങ്ങി പറഞ്ഞു, ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അമേരിക്ക എന്താണ് ചെയ്ത് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം, 3 ദിവസം മുമ്പ് ഇൻ്റർനാഷണൽ മീഡിയ, ഇന്ത്യൻ മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തു, കഴിഞ്ഞ 1 മാസം കൊണ്ട്, അതായത് ഒരു മാസമല്ല, കഴിഞ്ഞ 20 ദിവസം കൊണ്ട് സൗദി അറേബ്യയും ഇറാഖും ഇന്ത്യയിലെ നയാര, അവരാണ് ഏറ്റവും കൂടുതൽ റഷ്യൻ ഈ സാധനം മേടിക്കുന്നത്. അത് റഷ്യൻ കമ്പനിയാണ്, ജോയിൻറ്റ് വെഞ്ചറാണ്, റിഫൈനറി. അങ്ങോട്ട് ഈ സാധനം കൊടുക്കുന്നില്ല.
പല ആൾക്കാരും പറയും അങ്ങനല്ല ഇങ്ങനെ. ഞാൻ പറഞ്ഞ അങ്ങനല്ല, അങ്ങനെ നടക്കൂ. അത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഇവർക്കൊക്കെ അമേരിക്കയ്ക്ക് പേടിയാണ്. അമേരിക്കയാണ് ഇവൻ്റെയൊക്കെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. അവനാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. പ്രസിഡന്റ് ട്രംപ് വിളിച്ച് യൂറോപ്യൻ രാജ്യങ്ങളോട് ഞങ്ങൾ എന്ത് ചെയ്തു നിങ്ങളത് ചെയ്തോണം, അത്രേ ഉള്ളൂ. ചൈനയിൽ പോയി വില്ലനായിട്ട് തിരിച്ചു വന്ന് ചൈനീസ് സാധനം കണ്ട് പേടിച്ചു. ചൈനീസ് ലേസർ ടെക്നോളജി, അടിച്ചിരുന്ന ടെക്നോളജി. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ്റെ ചില റിട്ടയർഡ് ജനറൽസ് പറയും 4 മണിക്കൂർ കൊണ്ട് ഇന്ത്യയെ പൊടിയാക്കും. എവിടെ പോയി ചങ്കപരിവാറുകാർ? ഇതെല്ലാം ഞാൻ പറഞ്ഞുള്ളൂ. നമുക്ക് ഇപ്പോഴത്തെ സപ്പോർട്ടിൽ നമുക്ക് ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലാവരും ശത്രുക്കളാക്കിയ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരേ ഒരു ഗവൺമെൻറ് ഇവർ, ഈ മോദിയും BJP ഗവൺമെൻറ്. അയൽക്കാർ ശത്രുക്കൾ, അമേരിക്ക ശത്രു, ചൈന ശത്രു. ആരെ ശത്രു അല്ലാത്തത്? യൂറോപ്യൻ രാജ്യങ്ങളുടെ ശത്രു, എല്ലാവരും ശത്രു. എന്നിട്ട് മോദി പറയുന്നത് കേട്ടോ, ഇവിടെ അമേരിക്കയൊക്കെ വന്ന് ഇന്ത്യക്കാരെ പഠിക്കും. എന്ത് പഠിക്കാൻ? എന്ത് കോപ്പ് പഠിക്കാന്? നേരെ ചൊവ്വേ ടോയ്ലറ്റിൽ പോലും ഇരുന്ന് അപ്പിയിടാൻ അറിയാത്തവനാണ് ഇന്ത്യക്കാർ. വീടുകളിലെല്ലാം ടോയ്ലറ്റ് ഉണ്ടാക്കി വെച്ചു. നേരെ ചൊവ്വ അറിയത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് സമയമെടുക്കും. അങ്ങനൊരു രാജ്യത്തെ കണ്ടുപിടിക്കും. നമ്മളൊക്കെ ഇന്ത്യക്കാർ നല്ല ഫാർമേഴ്സാണ്, നല്ല അഗ്രികൾച്ചറാണ്. നമ്മളിങ്ങോട്ട് പോകാൻ പോകുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് ഉള്ള തള്ളും അതും ഇതും എല്ലാം കൂടെ കയറി വന്ന് എല്ലാവരും ശത്രുവായി, എക്കോണമിയും തകർന്ന്, ജോലിയും പോയി. ഇതാണ് 3 മാസം കഴിയുമ്പം നാഗേശ്വരൻ, അതായത് അനന്ത് നാഗേശ്വരൻ 3 മാസം കഴിയുമ്പം ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഡീപ്പായിരിക്കും. അയാൾ റിസഷൻ്റെ സൂചനയാണ് തന്നിരിക്കുന്നത്. റിസഷൻ അത് അമേരിക്കൻ ടാരിഫിൽ മാത്രം. ഇനി യൂറോപ്പിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തായി? അതേപോലെ നമ്മൾ ഈ ക്രൂഡ് മേടിക്കുന്നതായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്ന ആർക്കാ? അറബ് രാജ്യങ്ങൾക്ക്. അവരെന്ത് ചെയ്യും? നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ ചെയിനായിട്ട് പോകും. ഈ റഷ്യയുടെ ക്രൂഡ് അങ്ങോട്ട് മേടിച്ചിട്ട് ഇത് ഇന്ത്യയിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നല്ല ലാഭത്തിന് കിട്ടി. നമ്മളിവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എത്രയാണ് റഷ്യ മേടിക്കുന്നേ? എത്രയാണ് ചൈന മേടിക്കുന്നത്? എത്രയാണ് യൂറോപ്പ് മറ്റുള്ള രാജ്യങ്ങൾ മേടിക്കുന്നത്? ഈ രാജ്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഒന്നും ഇത് മാർക്കറ്റ് പറയാം, എവിടെ ഈ സാധനം വിൽക്കും? ഇത് വിറ്റാലല്ലേ ഫോറിൻ കറൻസിയാണ് ഇന്ത്യയിൽ ജോലി ഉണ്ടാകുന്നുള്ളൂ. ഇപ്പം ഫാർമ സെക്ടർ 200% വന്നു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന മരുന്ന് നമ്മളൊക്കെ തിന്നു എല്ലാവരും കൂടെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ മരുന്ന് കിട്ടിയാണ് പരിപാടി. ഇതൊക്കെയാണ് നോൺസെൻസ് എന്ന് പറഞ്ഞ് അടിച്ചു വിടുന്നത്. ഈ തിരുപ്പൂരിലും കോയമ്പത്തൂരിലും ഈ സൂററ്റിലും അതേപോലെ നോയിഡൊക്കെ കണ്ടെയ്നർ ഇങ്ങനെ അടുക്കി വെച്ചേക്കുക, അങ്ങോട്ട് പോകാൻ പറ്റാഞ്ഞിട്ട്. കാരണം ഇതൊക്കെ ക്രിസ്മസിന് വേണ്ടി പ്രിപ്പയർ, കാരണം ക്രിസ്മസോട് ഭയങ്കര സെയിൽസ് നടക്കുന്ന സ്ഥലമാണ്. ഇനി അമേരിക്കൻ മാർക്കറ്റിൽ ആദ്യം മനസ്സിലാക്കുക, ഈ വാൾമാർട്ടിലാണെങ്കിലും കോസ്റ്റ്കോയിലാണെങ്കിലും അവിടുത്തെ വലിയ ടാർജറ്റ് എന്നൊക്കെ പറയും വലിയ ചെയിനുണ്ട്. അവിടെയൊക്കെ 1.5 to 2% ഉള്ളൂ ഇന്ത്യൻ പ്രോഡക്റ്റ്. ഇതൊക്കെ ചുമ്മാ പൊട്ടന്മാരടിച്ചു വിടുന്ന ഓരോ കള്ളത്തരങ്ങളാണ്. ആ 1.2% വെച്ചിട്ടാണ് നമുക്ക് ഈ 87 ബില്യൻ്റെ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ആ ടാരിഫുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി കൊടുത്ത അപ്പീല് ഇത് ഇപ്പോഴത് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ അമേരിക്കയ്ക്ക് 15 ട്രില്യൻ്റെ നഷ്ടമുണ്ടാകും. യാഥാർത്ഥ്യമാണ്. കാരണം ആ രീതിയിലാണ് അമേരിക്ക ഈ ടാരിഫിൽ അച്ചീവ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ എക്കോണമി ഡൗൺ ആയി പോവും. അത് പറഞ്ഞത് വളരെ സത്യമാണ്. അത് ഇന്ത്യയുടെ കാര്യമൊന്നും അല്ല. ഇന്ത്യയായിട്ട് അമേരിക്കയ്ക്ക് ഈ പറയുന്ന 1% അവരുടെ പ്രോഡക്റ്റ് ഉള്ളൂ. മറ്റുള്ള രാജ്യങ്ങൾ, ചൈന, അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ടാരിഫാണ് അയാൾ പറഞ്ഞത്. കാനഡ, മെക്സിക്കോ, ഇതാണ് പറഞ്ഞത്. അതിനകത്ത് ഇന്ത്യ എവിടെയില്ല. 1.5% ഉള്ളത് ഒരു രാജ്യത്തിന് എന്ത് ഗുണ്ടമാണ്? ഇത്രയേ ഉള്ളൂ ഈ സംഭവം. ഇനി വേറെ സംഭവം പറയാം. ഈ മോദിയുമായിട്ട് ബന്ധപ്പെട്ട ഡയസ്ഫോറ, ഈ ഹൂസ്റ്റണിലവിടെയൊക്കെ ഹൗഡി മോഡി മാൻഡിസൺ സ്ക്വയറിലൊക്കെ നടത്തിയ
ഗുജറാത്തി കച്ചവടക്കാരുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. ഞാൻ അവരുടെ കാരണം അവരധികം നല്ല ചില കച്ചവടക്കാർ അവർക്ക് മദ്യം വിൽക്കുന്ന കച്ചവടമാണ്. അവർക്ക് 3-4 സ്റ്റോറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിരുന്ന് അവർക്ക് സ്പെഷ്യൽ റൂം അവിടെ ഞങ്ങൾ കള്ളൊക്കെ അടിക്കാറുണ്ട്. അപ്പോൾ പറയുന്ന കാര്യം, അവന്മാർ ബന്ധപ്പെട്ട് പണം കൊടുത്തവന്മാരെയൊക്കെ അവിടെ IRS കയറി റെയ്ഡ് ചെയ്തു. IRS എന്ന് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് വെട്ടിയതിൻ്റെ പേരിൽ ഗുജറാത്തികളെ റെയ്ഡ് ചെയ്യുക. അവിടെ മോട്ടൽസ് നടത്തുന്ന ഗുജറാത്തിലെ കള്ളപ്പേരിൽ അവരെ റെയ്ഡ് ചെയ്യുക. ഇതാണ് അവിടുത്തെ ഇന്ത്യക്കാരൻ്റെ കഷ്ടകാലമാണ് ഈ മോദി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവർ വളരെ വർഷം കയറി ഇന്ത്യൻ പ്രധാനമന്ത്രി വലിയ സ്വീകരണമൊക്കെ നടത്തി സംഭവം നടത്തിയവനെ കയറി റെയ്ഡ് ചെയ്തു. ഇനി അവൻ ജീവിതത്തിൽ മോദിയെ സപ്പോർട്ട് ചെയ്യൂ? അവൻ ഇനി ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുമോ? ഇവരൊക്കെ വയറ്റിപ്പഴപ്പിന് അവിടെ പോയിരിക്കുന്നത്. അപ്പം പറഞ്ഞു, ബന്ധമുണ്ടെങ്കിൽ ബന്ധമുണ്ട്. ബന്ധം തകർത്ത് നിങ്ങളതിനെ ഇവിടെ ചൊറിയാൻ പോയാൽ അവിടെ പണി കിട്ടും. അതാണ് യാഥാർത്ഥ്യം. ഇതാണ് ഞാൻ ഈ ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും അവിടെയൊക്കെ പോകുന്ന ആൾക്കാരോടും പറയുന്നത്. നിങ്ങൾ ഇന്ത്യയിൽ ജയശ്രീറാം വിളിച്ചിട്ട് പാവം പിടിച്ചതിനെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പണി കിട്ടും. ഇവിടെ ഈ പറഞ്ഞ പാവം പിടിച്ച മുസ്ലിമിനെ പശു ഇറച്ചി പന്നി ഇറച്ചി എന്നൊക്കെ പറഞ്ഞ് പുറകെ പോയി കഴിഞ്ഞാൽ വിദേശ രാജ്യം, അതായത് അറബ് രാജ്യങ്ങളിൽ പോയ പണി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരുമായിട്ട് ലോഹ്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സ്നേഹമായിട്ടും പോവുക. ഈ കാര്യത്തിലല്ല, എല്ലാ കാര്യത്തിലും നിങ്ങൾ മനസ്സിലാക്കരുത് നിങ്ങൾക്ക് മാത്രമാണ് ഈ പവറുള്ളത്. മറ്റുള്ളവനും പവറുണ്ട്. അവൻ കാണിക്കേണ്ടത് ഏത് സ്റ്റേജിൽ വെച്ച് കാണിക്കുകയും ചെയ്തതാണ് അമേരിക്ക കാണിച്ചു കൊടുത്തത്. അമേരിക്ക സിമ്പിളായിട്ടല്ലേ കാണിച്ചു കൊടുത്തത് ട്രംപ്. അയാൾ എന്ത് പുല്ലാ ചെയ്യാൻ പറ്റുന്നേ? ഇപ്പം അറിയാൻ സാധിക്കുന്ന മാർക്ക് റൂബിയോ പാകിസ്ഥാനിലോട്ട് പോകാൻ പോവുക. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി എത്ര വർഷത്തിന് ശേഷം ഇവിടെ വരുന്നില്ല, നേരെ അങ്ങോട്ട് പോവുക. അതേപോലെ അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി അങ്ങോട്ട് പോവുക. പാകിസ്ഥാനെ കയ്യിലെടുക്കാൻ പോവുക. എന്ത് ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന. അതേപോലെ തന്നെ ഷബാസ് ഷെരീഫ് ജപ്പാനില ഇന്ത്യൻ പ്രധാനമന്ത്രി ജപ്പാനിൽ പോയിട്ട് 1 ലക്ഷം പേരെ ജോലിക്ക് ഇപ്പം കിട്ടുമെന്നല്ലേ പറഞ്ഞത്? നിങ്ങളല്ലാതെ വലിയ റിപ്പോർട്ട് ചെയ്തല്ലോ. ജപ്പാൻ ഇപ്പോൾ ഇവിടെ ഉലുത്തുമെന്ന് പറഞ്ഞല്ലോ. അടുത്ത ദിവസം ജപ്പാനിൽ നടന്ന പ്രകടനം നിങ്ങൾക്കറിയോ? ഇന്ത്യക്കാരെ ജപ്പാനിൽ കയറ്റരുത്, ആഫ്രിക്കൻസിനെ ജപ്പാനിൽ കയറ്റരുത്. അവിടെ പ്രകടനം നടന്നു. എന്താ കാര്യം? കാരണം ലോകത്തൊരു രാജ്യക്കാർ ഇന്ത്യയോട് വെറുപ്പായി. ഈ ഡിപ്ലോമസി, ഈ സ്ട്രാറ്റജി ഇത് അലമ്പായി കഴിഞ്ഞാൽ ഒറ്റ ഇന്ത്യക്കാരനെ അങ്ങോട്ട് കയറ്റത്തില്ലോ, ഒരു രാജ്യത്തും കയറ്റത്തില്ല. ഞാൻ ഈ പറയുന്നത് ഈ സൈബറായിട്ട് വാരിയേഴ്സായിട്ട് നടക്കുന്നവർക്ക് വേണ്ടിയല്ല ഈ പറയുന്നത്. പ്രോപ്പർ ഇന്ത്യക്കാരൻ, ഗ്ലോബൽ ഇന്ത്യക്കാരൻ, ആത്മാർത്ഥമായി ഇന്ത്യക്ക് വേണ്ടി ചിന്തിച്ച് ജോലി ചെയ്യുന്നവൻ, ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കണമെന്ന് താല്പര്യമുള്ളവർ, അവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇത് കടുത്ത രീതിയിലൊരു സെറ്റ് ബാക്ക് ഉണ്ടാക്കും. അത് ഡിപ്ലോമസി ആണെങ്കിൽ, ഇവിടുത്തെ ഇൻഡിവിജ്വൽസ് ആണെങ്കിലും, എക്കോണമി ആണെങ്കിലും, ഇന്ത്യക്കാണെങ്കിലും എല്ലാവരെയും ബാധിക്കും. നോക്കാം വരാൻ പോകുന്ന സമയത്ത് എന്താണ് നടക്കുന്നത്. ഈ പറയുന്ന തള്ളും തള്ളുവോടെ നിന്ന് അവസാനം എന്താണ് സംഭവിക്കുന്നത് കണ്ടറിയാം.